നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തേക്കാൾ 20 വർഷം കൂടുതൽ പ്രായം മുഖത്ത് തോന്നുന്നുണ്ടോ? മുടി നരയ്ക്കുന്നതും കവിളുകൾ ഒട്ടിപ്പോകുന്നതും അമിതമായ ക്ഷീണവുമെല്ലാം ഇന്ന് കേവലം വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളല്ല, മറിച്ച് നമ്മുടെ യുവത്വത്തെ കാർന്നു തിന്നുന്ന വലിയൊരു വിപത്താണ്. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ അകാല വാർദ്ധക്യത്തിന് ഇരയാകുന്നത് എന്നതിനെക്കുറിച്ചും ഇതിൽ നിന്നും എങ്ങനെ മോചനം നേടാമെന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു ബുദ്ധകഥയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാത്മാ ബുദ്ധൻ ഒരു ചക്രവർത്തിയുടെ രാജ്യസഭയിൽ ചെന്നിട്ട് ചോദിച്ചു, രാജാവേ പറയൂ, അങ്ങയുടെ പ്രജകൾ എങ്ങനെയുണ്ട്? രാജാവ് പറഞ്ഞു, ഹേയ് ഭഗവൻ, അങ്ങ് നൽകിയ ഉപദേശങ്ങൾ കാരണം എൻ്റെ രാജ്യത്തെ പ്രജകളിൽ 60 വയസ്സുള്ളവർ പോലും കാണാൻ 20 വയസ്സുള്ളവരെ പോലെ തോന്നിക്കുന്നു. എല്ലാവരുടെയും പ്രായം സ്തംഭിച്ചു പോയതുപോലെ തോന്നുന്നു ഭഗവാനെ. എല്ലാവരും ആരോഗ്യമുള്ളവരാണ്. ഞങ്ങളുടെ രാജ്യത്ത് ആളുകൾ വിശ്രമിക്കുകയാണ്, കാരണം ആർക്കും മരുന്നിൻ്റെ ആവശ്യമില്ല. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എൻ്റെ പ്രജകൾ വളരെ സന്തോഷത്തിലാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥ വളരെ വിജ്ഞാനപ്രദമാണ്. അതുകൊണ്ട് ഈ കഥ അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കുറഞ്ഞ പ്രായത്തിൽ തന്നെ എന്തുകൊണ്ടാണ് വാർദ്ധക്യം വരുന്നത് എന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൗതമ ബുദ്ധനും ഒരു ചക്രവർത്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലാം ത്യജിച്ച് ഒരു സന്യാസിയുടെ രൂപം സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നു. നമ്മൾ എന്താണ് കഴിക്കേണ്ടത്, എങ്ങനെയുള്ള ദിനചര്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മഹാത്മാ ബുദ്ധൻ്റെ 12 സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യം തന്നെ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് വിനീതമായൊരു അപേക്ഷയുണ്ട്. ഈ കഥ മുഴുവനായും ശ്രദ്ധയോടെ കേൾക്കുകയും ഈ 12 കാര്യങ്ങൾ കേട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഈ 12 ഉപദേശങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും രോഗിയാവുകയില്ല. വാർദ്ധക്യം നിങ്ങളെ തൊടുക പോലുമില്ല. സുഹൃത്തുക്കളെ, ഓരോ കാര്യവും നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനുമായി നമുക്കിതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു രാജ്യത്ത് ബാദർ സിംഗ് എന്നു പേരുള്ള ഒരു രാജാവ് താമസിച്ചിരുന്നു. രാജാവ് വളരെ ദയാലുവും ദാനശീലനും നീതിമാനുമായിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരികളായ 2 രാജ്ഞിമാരുണ്ടായിരുന്നു. ആ രാജ്ഞിമാരും രാജാവിൻ്റെ സ്വഭാവം പോലെ തന്നെ വളരെ ഭക്തിയുള്ളവരായിരുന്നു. രാജാവ് എത്രത്തോളം നീതിമാനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം രാജാവ് തൻ്റെ മന്ത്രിസഭയിൽ 9 മന്ത്രിമാരെ നിയമിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ വകുപ്പുകൾ വീതിച്ചു നൽകിയിരുന്നു. പ്രജകളുടെ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവരോട് പറഞ്ഞിരുന്നു. ആരെങ്കിലും തങ്ങളുടെ ജോലിയിൽ അശ്രദ്ധ കാണിച്ചാൽ അവർക്ക് വധശിക്ഷ നൽകുമെന്ന് കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് മന്ത്രിസഭയിലെ മന്ത്രിമാർ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തു. രാജാവിന് എന്തെങ്കിലും നീതി നടപ്പിലാക്കണമെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു പക്ഷത്തു നിന്ന് മാത്രം ചിന്തിച്ചു വിധിക്കില്ലായിരുന്നു. 2 പക്ഷത്തെയും പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി 2 കൂട്ടരുടെയും വാദങ്ങൾ കേട്ടതിനു ശേഷം നിഷ്പക്ഷമായ വിധിയാണ് അദ്ദേഹം നൽകിയിരുന്നത്. അങ്ങനെ രാജാവിൻ്റെ രാജ്യത്തെ മുഴുവൻ പ്രജകളും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. രാജാവ് എല്ലാ ആഴ്ചയും രാജ്യത്തൊരിക്കൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സഭയിലേക്ക് വിളിക്കുമായിരുന്നു. ആരുടെ വീട്ടിൽ എത്ര ധാന്യമുണ്ട്, ആരുടെയെങ്കിലും വീട്ടിൽ ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ രാജാവ് അന്വേഷിച്ചിരുന്നു. പ്രജകൾ സുഖകരമായ ജീവിതം നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ നന്നായി മുന്നോട്ടു പോയി. എല്ലാ പ്രജകളും സന്തുഷ്ടരായിരുന്നു. ഈ സന്തോഷം കാരണം പ്രജകൾ എപ്പോഴും രാജാവിനെ പ്രശംസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സഭ കൂടുകയായിരുന്നു. അപ്പോൾ ആ സഭയിലേക്ക് ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾക്ക് വളരെ വലിയൊരു പ്രശ്നമുണ്ട്. ദയവായി അങ്ങ് ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണം. രാജാവ് ചോദിച്ചു, പറയൂ, എന്താണ് കാര്യം? കർഷകൻ പറഞ്ഞു, എനിക്ക് 2 ആൺമക്കളാണ്. അവരുടെ പ്രായം വളരെ കുറവാണ്. കൂടിയാൽ 26ഓ 28ഓ വയസ്സേ കാണൂ. പക്ഷേ അവരെ കണ്ടാൽ 60 വയസ്സു കഴിഞ്ഞവരെ പോലെ തോന്നിക്കുന്നു. അവരുടെ തലയിലെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. വയർ പുറത്തേക്ക് ചാടുന്നു. അവർ വളരെ അലസന്മാരായി മാറിയിരിക്കുന്നു. ഒരു ജോലിയും ചെയ്യുന്നില്ല. ഞങ്ങൾ പലയിടത്തും ചികിത്സ നടത്തി, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. രാജാവ് പറഞ്ഞു, ശരി. അദ്ദേഹം തൻ്റെ മന്ത്രിയോട് ആജ്ഞാപിച്ചു, മന്ത്രി, നമ്മുടെ രാജരാജവൈദ്യനെ കൊണ്ട് ഈ കർഷകന്റെ മക്കളെ ചികിത്സിക്കൂ. അതിനു വരുന്ന ചെലവുകളെല്ലാം രാജഖജനാവിൽ നിന്ന് നൽകണം. മന്ത്രി അപ്രകാരം ചെയ്തു. രാജവൈദ്യൻ കർഷകന്റെ 2 മക്കളെയും രാജഖജനാവിലെ ചെലവിൽ ചികിത്സിച്ചു.
കുറേ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആ കർഷകൻ വീണ്ടും സഭയിൽ ഹാജരായി പറഞ്ഞു, മഹാരാജാവേ, യാതൊരു ആശ്വാസവുമില്ല. എൻ്റെ മക്കൾ പഴയതുപോലെ തന്നെയാണ്. രാജാവ് പറഞ്ഞു, ശരി, നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ഭർത്താവും ഭാര്യയും കരഞ്ഞുകൊണ്ടുവന്നു. അവരും ഇതേ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് വന്നത്. പിന്നീട് പതിയെ പതിയെ സഭ നടക്കുമ്പോൾ തന്നെ ഗ്രാമത്തിലെ പകുതിയിലധികം ആളുകൾ ഓരോരുത്തരായി അവിടെ എത്തി. രാജാവ് ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം ഉടൻ തന്നെ അടിയന്തര യോഗം വിളിച്ചു. രാജ്യത്തെ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിക്കൂ. എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ യുവാക്കളും ഇങ്ങനെയാകുന്നതെന്ന് പരിശോധിക്കൂ. ഈ പ്രശ്നത്തെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്താൻ രാജാവ് കർശനമായി ഉത്തരവിട്ടു. എത്രയും വേഗം നടപടിയെടുക്കാനും രാജ്യത്തെ ഓരോ വീടുകളിലും പോയി ഇതിന്റെ കാരണം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രസിദ്ധരായ എല്ലാ വൈദ്യന്മാരെയും വിളിപ്പിച്ചു ഒരു അടിയന്തര യോഗം ചേർന്നു. ആ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. രാജാവ് എല്ലാ വൈദ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്ക് 10 ദിവസത്തെ സമയമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ഓരോ വീട്ടിലെയും അസുഖത്തെക്കുറിച്ച് കണ്ടെത്തണം. ഏത് രോഗമാണിത്, അല്ലെങ്കിൽ എന്ത് കഴിച്ചിട്ടാണ് ഈ അസുഖം വരുന്നത്? ഈ അസുഖത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തുന്ന രാജവൈദ്യന് ഉചിതമായ സമ്മാനമായി ഒരു രാജ്യം തന്നെ നൽകും. എല്ലാ വൈദ്യന്മാരും വളരെ ആത്മാർത്ഥമായി ജോലിയിൽ പ്രവേശിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി 10 ദിവസം രാവും പകലും അന്വേഷണം നടത്തി. അങ്ങനെ 10 ദിവസത്തിനു ശേഷം സഭ കൂടിയപ്പോൾ എല്ലാ രാജവൈദ്യന്മാരും രാജ്യത്തെ ജനങ്ങളും അവിടെ ഒത്തുകൂടി. രാജാവ് ഓരോരുത്തരോടായി ചോദിച്ചു. എല്ലാ രാജവൈദ്യന്മാരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. മഹാരാജാവേ, ഞങ്ങൾ പൂർണ്ണമായി അന്വേഷിച്ചു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ചികിത്സിക്കുകയും ചെയ്തു. പക്ഷേ ആർക്കും ആശ്വാസം ലഭിക്കുന്നില്ല. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു രാജവൈദ്യൻ എഴുന്നേറ്റു. അദ്ദേഹത്തിന് ഏകദേശം 125 മുതൽ 130 വരെ വയസ്സ് കാണും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നിഗമനവും അനുഭവവും വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണിതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതിനൊരു കൃത്യമായ മറുപടി ഞങ്ങളുടെ പക്കലില്ല. ആ വൃദ്ധനായ രാജവൈദ്യന്റെ വാക്കുകൾ കേട്ട് രാജാവ് ചിന്തയിലാണ്ടു. 130 വയസ്സുള്ള മുതിർന്ന വൈദ്യനാണ് ഇത് പറയുന്നത്. രാജാവ് ചോദിച്ചു, എങ്കിൽ ഇതിനൊരു പരിഹാരം എന്താണ്? ഇതിന്റെ പരിഹാരവും താങ്കൾ തന്നെ പറയൂ. കാരണം കഴിഞ്ഞ 1 മാസമായി ഞങ്ങൾ ഇതിൽ ആകുലരാണ്. 1 മാസമായി എൻ്റെ പ്രജകൾ കഷ്ടപ്പെടുന്നു. ഇത് കണ്ട് ഞങ്ങൾക്കും വിഷമമാകുന്നു. എന്റെയും മുടി കൊഴിയാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ രാജ്ഞിമാരും രാജകുമാരന്മാരും രാജകുമാരിമാരും എല്ലാവരും ഈ പ്രശ്നത്തിൽ വലയുകയാണ്. ഇതിനൊരു പരിഹാരം പറയൂ. അപ്പോൾ ആ രാജവൈദ്യൻ കൈകൂപ്പി എഴുന്നേറ്റ് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ക്ഷമിക്കണം, ഞങ്ങളുടെ അടുത്ത് ഇതിനൊരു പരിഹാരമില്ല. അദ്ദേഹം തുടർന്നു, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഒരാളുടെ പക്കൽ മാത്രമേയുള്ളൂ. ആ വ്യക്തിയെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങയുടെ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ അസുഖങ്ങളും എന്നേക്കുമായി അവസാനിക്കും. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഇതിനൊരു പരിഹാരമില്ല. രാജാവ് ചോദിച്ചു, വൈദ്യരെ, വേഗം പറയൂ. ഈ നല്ല കാര്യത്തിന് ഇനി വൈകിക്കരുത്. ആ മഹാപുരുഷന്റെ, ആ ജ്ഞാനിയുടെ പേരെനിക്ക് വേഗം പറഞ്ഞു തരൂ. നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കും. രാജവൈദ്യൻ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അദ്ദേഹത്തിന്റെ ഉപദേശം നടക്കുന്നുണ്ടാകും. മഹാത്മാ ബുദ്ധൻ ഏത് രാജ്യത്താണുള്ളത്, എവിടെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശം നടക്കുന്നതെന്ന് കണ്ടെത്താൻ അങ്ങയുടെ ഭടന്മാരെ എല്ലാ രാജ്യങ്ങളിലേക്കും അയയ്ക്കുക. അദ്ദേഹത്തിന്റെ കൈവശം മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. മറ്റാരുടെ പക്കലും ഇതിന് പരിഹാരമില്ല. രാജവൈദ്യന്റെ വാക്കുകൾ കേട്ട ഉടൻ തന്നെ രാജാവ് തന്റെ ഏറ്റവും കഴിവുള്ള മന്ത്രിയോട് ആജ്ഞാപിച്ചു, എത്രയും വേഗം മഹാത്മാ ബുദ്ധനെ കണ്ടെത്തണം. അദ്ദേഹത്തെ ആദരവോടെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം. ഇത് നമ്മുടെ കർശനമായ ഉത്തരവാണ്. ഇതിനായി എത്ര ചാരന്മാരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ സമയത്ത് മഹാത്മാ ബുദ്ധന്റെ ഉപദേശം എവിടെയാണ് നടക്കുന്നതെന്ന് വേഗം കണ്ടെത്തണം. അദ്ദേഹം തീർച്ചയായും വരും. അദ്ദേഹത്തിന് നമ്മുടെ സന്ദേശം നൽകുക. ചക്രവർത്തി വിളിക്കുന്നുവെന്ന് പറയുക. അദ്ദേഹം വരുന്നില്ലെങ്കിൽ എന്നോട് പറയൂ. ഞാൻ തന്നെ എന്റെ പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. മന്ത്രിമാർ ഉടൻ തന്നെ 4 ദിക്കുകളിലേക്കും യാത്ര തിരിച്ചു. കഠിനമായ പരിശ്രമത്തിനു ശേഷം മഹാത്മാ ബുദ്ധൻ വളരെ അകലെ ഒരിടത്ത് ഉപദേശം നൽകുന്നുണ്ടെന്ന് അവർക്ക് വിവരം ലഭിച്ചു. മന്ത്രി അവിടെ എത്തി ബുദ്ധനെ വണങ്ങി പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളുടെ രാജാവ് അങ്ങയെ വിളിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്ത് വലിയൊരു രോഗം വന്നിരിക്കുന്നു. ദയവായി അങ്ങ് ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാകണം. മഹാത്മാ ബുദ്ധൻ വളരെ ദയാലുവും പ്രസന്നവദനുമായിരുന്നു. ഈ ഭൂമിയിലെ ഓരോ ജീവിയും ആരോഗ്യത്തോടെയും
രോഗമില്ലാതെയും ഇരിക്കണം, ആരുടെയും മനസ്സിൽ ചതിയും വഞ്ചനയും ഉണ്ടാകരുത്, ആരും ദുഃഖിതരാകരുത്, എല്ലാവരും ചിരിച്ചുകൊണ്ട് ജീവിക്കണം എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. ഭടന്മാരുടെ വാക്കുകൾ കേട്ട ഉടൻ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് വന്നുകൂടാ, നമുക്കുടൻ പുറപ്പെടാം. അങ്ങനെ മഹാത്മാ ബുദ്ധൻ ആ മന്ത്രിയോടൊപ്പം രാജ്യത്തേക്ക് വരാൻ തയ്യാറായി. അദ്ദേഹത്തോടൊപ്പം ശിഷ്യന്മാരും വന്നു. രാജാവ് മഹാത്മാ ബുദ്ധനെ ദർബാറിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ആദരവോടെ സ്വീകരിച്ചു. രാജാവ് മഹാത്മാ ബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങളുടെ പ്രജകൾ വളരെ സന്തോഷമുള്ളവരായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ മേൽ വലിയൊരു ആപത്ത് വന്നിരിക്കുന്നു. അവരുടെ മേലൊരു ആപത്ത് വന്നാൽ അത് ഞങ്ങളുടെ മേൽ വന്നതുപോലെയാണ്. ഇവർ പ്രജകളല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ദയവായി അങ്ങ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. മഹാത്മാ ബുദ്ധൻ രാജാവിന്റെ പ്രശസ്തി നേരത്തെ കേട്ടിരുന്നു. രാജാവിന്റെ ചിന്തകളിലും വിചാരങ്ങളിലും ബുദ്ധൻ ആകൃഷ്ടനായി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നുമില്ല, എല്ലാം ശരിയാകും. ഈ പ്രശ്നങ്ങൾ ആളുകൾ സ്വയം വരുത്തിവെച്ചതാണ്. ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഇത്രയും വലിയ പ്രശ്നമാണ്, അങ്ങ് പറയുന്നു പ്രശ്നമൊന്നുമില്ലെന്ന്. രാജാവ് പറഞ്ഞു, ശരി ഗുരുവേ, എങ്ങനെയെങ്കിലും അങ്ങ് ഞങ്ങളുടെ പ്രജകളെ സുഖപ്പെടുത്തൂ. മഹാത്മാ ബുദ്ധന്റെ മുന്നിൽ ഒരു ശിഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബുദ്ധൻ ആ ശിഷ്യന്റെ നേരെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യത്ത് തുറസായ ഒരു സ്ഥലം നൽകണം. അവിടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒത്തുകൂടാൻ കഴിയണം. അവിടെ പ്രകൃതിദത്തമായ വെയിലും കാറ്റും ലഭിക്കുന്ന നല്ല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരിക്കണം. അവിടെ വെച്ച് നാളെ പുലർച്ചെ 4 മണിക്ക് ജനങ്ങൾക്ക് ചികിത്സ നൽകും. പക്ഷേ ചികിത്സ നൽകുന്നതിനു മുൻപ് അങ്ങ് രാജ്യത്ത് ഒരു ഉത്തരവ് നടപ്പിലാക്കണം. ആ സ്ഥലത്ത് അങ്ങയുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അങ്ങുതന്നെയും ഹാജരാകണം. നാളെ മുതൽ എല്ലാവർക്കും ഉപദേശം നൽകി തുടങ്ങും. ഈ ഉപദേശം 12 ദിവസം നീണ്ടുനിൽക്കും. 12 ദിവസം ഓരോന്നായി ഉപദേശം നൽകും. ഈ 12 ദിവസത്തിനുള്ളിൽ അങ്ങയുടെ മുഴുവൻ പ്രജകളും ആരോഗ്യവാന്മാരാകും. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് രാജാവിന് വലിയ സന്തോഷമായി. വെറും 12 ദിവസം കൊണ്ട്. രാജാവ് പറഞ്ഞു, ശരി, എന്ത് ചെലവ് വന്നാലും അത് രാജഖജനാവിൽ നിന്ന് നൽകും. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഒരു ചെലവും വരില്ല മഹാരാജാവേ, അങ്ങ് നിശ്ചിന്തനായിരിക്കൂ. അങ്ങ് പ്രജകൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയാൽ മതി. 4 മണിക്ക് എഴുന്നേറ്റ് വരാത്തവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന്. രാജാവ് ആ ഉത്തരവ് നടപ്പിലാക്കി. നാളെ രാവിലെ എല്ലാവരും അവിടെ എത്തണമെന്ന് പറഞ്ഞു. രാജാവ് വളരെ നല്ലൊരു സ്ഥലം നിശ്ചയിച്ചു. നാളെ മുഴുവൻ പ്രജകളും അവിടെ വരണമെന്നും ഞാനും അവിടെ വരുമെന്നും അവിടെ വെച്ച് മഹാത്മാ ബുദ്ധന്റെ വാക്കുകൾ കേൾക്കണമെന്നും. രാജാവ് പറഞ്ഞു, ബുദ്ധൻ പറയുന്നതുപോലെ അനുസരിക്കണം. ഞങ്ങളുടെ എല്ലാ ചാരന്മാരും എല്ലാവരുടെയും വീടുകൾ നിരീക്ഷിക്കും. ആരെങ്കിലും ഉപദേശം പാലിക്കാതിരുന്നാൽ അവരെ സഭയിൽ വെച്ച് ശിക്ഷിക്കും. ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചപ്പോൾ മുഴുവൻ പ്രജകളും രാജാവിനെ വണങ്ങി പറഞ്ഞു, ഇല്ല മഹാരാജാവേ, ഞങ്ങൾ എല്ലാവരും അവിടെ തീർച്ചയായും ഉണ്ടാകും. മഹാത്മാ ബുദ്ധനെ എല്ലാവരും വണങ്ങി അവിടെ നിന്ന് പോയി. അന്നത്തെ സഭ അവിടെ പിരിഞ്ഞു. പിറ്റേന്ന് എല്ലാവരും വന്നു. ആർക്കെത്ര ആശ്വാസമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഇനിയും ബാക്കിയുണ്ട്. പകുതി നിയമങ്ങളെ ആയിട്ടുള്ളൂ. മുഴുവൻ നിയമങ്ങളും പാലിച്ചാൽ നിങ്ങൾക്കൊരു അസുഖവും വരില്ല. വാർദ്ധക്യം മാഞ്ഞുപോകും. വാർദ്ധക്യം അടുത്തുപോലും വരില്ല. പുരുഷശക്തി നിലനിൽക്കും. നമ്മുടെ മഹാത്മാ ബുദ്ധനെ പോലെ മുഖത്ത് തിളക്കം നിലനിൽക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത ഉപദേശം ഇതാണ്. നാളെ മുതൽ രാവിലെ 7 മുതൽ 8 വരെ മണിക്കുള്ളിൽ എല്ലാവരും ആപ്പിൾ കഴിച്ചിരിക്കണം. ആപ്പിൾ കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷം എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിക്കണം. എന്നും കഴിക്കുന്നത് പോലെ. ഭക്ഷണം കഴിച്ച ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് കേട്ടോളൂ. ഭക്ഷണം കഴിച്ച ശേഷം റൊട്ടി അഥവാ ചപ്പാത്തി കഴിക്കണം. മൾട്ടിഗ്രെയിൻ റൊട്ടി, അതായത് മിക്സഡ് ധാന്യങ്ങൾ കൊണ്ടുള്ള റൊട്ടി. അദ്ദേഹം പറഞ്ഞു, അതിൽ ഗോതമ്പ് പാടില്ല. ഗോതമ്പ് നല്ലതല്ല. ചോളം, തിന, കടല, ബജ്ര, മെയ്സ്, ഗ്രാം എന്നീ സാധനങ്ങൾ ചേർത്ത് റൊട്ടി ഉണ്ടാക്കണം. എല്ലാവരുടെയും പാത്രത്തിൽ ഈ റൊട്ടി ഒരു പാത്രം പരിപ്പും ഉണ്ടാകണം. അതിൽ നെയ്യ് ചേർക്കണം. പിന്നെ ഒരു പാത്രം പച്ചക്കറി, മിക്സ് വെജ് ഉണ്ടായിരിക്കണം. അത് സീസൺ അനുസരിച്ചുള്ള പച്ചക്കറിയായിരിക്കണം. സീസൺ അല്ലാത്ത പച്ചക്കറികൾ കഴിക്കരുത്. കാരണം അത് സ്റ്റോർ റൂമിൽ പഴയതായി സൂക്ഷിച്ചു വെച്ചതാകും. ഭക്ഷണം കഴിഞ്ഞ് 30 മിനിറ്റിന് ശേഷം എല്ലാവരും 1 കപ്പ് തൈര് കഴിക്കണം. ഭക്ഷണത്തിൽ ഇതും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം തൈരിൽ ശർക്കര ചേർത്ത് കഴിച്ചാൽ നിങ്ങളുടെ ഭക്ഷണം വളരെ എളുപ്പത്തിൽ ദഹിക്കും. ശിഷ്യൻ പറഞ്ഞു, ഇതാണ് ഇന്നത്തെ ഉപദേശം.
നാളെ എല്ലാവരും ഇത് പാലിച്ചു വരണം. എല്ലാവരും സന്തോഷത്തോടെ വീടുകളിലേക്ക് പോയി. ഉപദേശത്തിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അത് പാലിച്ചു. പിറ്റേന്നത്തെ സഭയിൽ എല്ലാവരും ഹാജരായി. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല, ഞങ്ങൾ പൂർണ്ണമായും സുഖമായി. ഞങ്ങൾ എപ്പോഴെങ്കിലും രോഗികളായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നേയില്ല. മഹാരാജാവിന് വീണ്ടും സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും സുഖം പ്രാപിച്ചല്ലോ. ഭക്ഷണം കൊണ്ട് എല്ലാ അസുഖങ്ങളും മാറി. എല്ലാവരുടെയും അമിതവണ്ണം തനിയെ കുറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, നിൽക്കൂ, ഇനിയും ചിലത് ബാക്കിയുണ്ട്. അടുത്തത് കേൾക്കൂ. അടുത്ത ഉപദേശം: ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭക്ഷണവും വെള്ളവും ഒന്നിച്ചു കഴിക്കരുത്. ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിറക്ക് വെള്ളം ഇടയ്ക്ക് കുടിക്കാം, പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം ഒന്നിച്ചു കുടിക്കരുത്. ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ വയറു നിറയെ വെള്ളം കുടിക്കാവൂ. ഇപ്പോൾ എല്ലാവരും 10 മുതൽ 11 വരെ മണിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് കരുതുക. വീണ്ടും വിശക്കുമ്പോൾ, അതായത് വൈകുന്നേരം 4 മുതൽ 5 വരെ മണിക്ക് എല്ലാവരും ഒരു പ്ലേറ്റ് സാലഡ് കഴിക്കണം. സാലഡ് അവരവരുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഉദാഹരണത്തിന് 50 കിലോ ഭാരമുള്ളവർ അതിൻ്റെ ശതമാനമനുസരിച്ച് എടുക്കുക. 60 കിലോ ഉള്ളവർ 300 ഗ്രാം, 70 കിലോ ഉള്ളവർ 350 ഗ്രാം, 80 കിലോ ഉള്ളവർ 400 ഗ്രാം. സാലഡ് നിർബന്ധമായും കഴിക്കണം. സാലഡിൽ എന്തൊക്കെ ഉണ്ടാകണം? ക്യാരറ്റ്, ബീട്രൂട്ട്, മുള്ളങ്കി, തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 3 മുതൽ 4 വരെ വെളുത്തുള്ളി അല്ലികൾ. രുചിക്ക് വേണ്ടി ഇന്ദുപ്പോ, ബ്ലാക്ക് സോൾട്ടോ, വറുത്ത ജീരകമോ ചേർക്കാം. സാലഡ് കഴിക്കുന്നതിനു മുമ്പ് മറ്റൊന്നും കഴിക്കാനോ കുടിക്കാനോ പാടില്ല. ഇത് പാലിക്കുക. അന്നത്തെ സഭ അവസാനിച്ചു. പിറ്റേന്ന് സഭയിൽ എല്ലാവരോടും ചോദിച്ചു, നിങ്ങളുടെ ശരീരം എങ്ങനെ അനുഭവപ്പെടുന്നു? എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയും തേജസ്സും ഉണ്ടായിരുന്നു. അവരുടെ പ്രായം കുറഞ്ഞതുപോലെ തോന്നി. രാജാവ് വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ബുദ്ധന്റെ കാൽക്കൽ വീണു പറഞ്ഞു, അങ്ങ് ധന്യനാണ് ഭഗവാനെ. അങ്ങ് ഭക്ഷണം കൊണ്ട് തന്നെ എല്ലാവരെയും സുഖപ്പെടുത്തി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, മഹാരാജാവേ, നിൽക്കൂ, ഇനിയും ഉപദേശങ്ങൾ ബാക്കിയുണ്ട്. മുഴുവൻ ഉപദേശങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭഗവാനെ പോലെ ആർക്കും അസുഖമുണ്ടാവില്ല, ആർക്കും വാർദ്ധക്യം വരില്ല. രാജാവ് പറഞ്ഞു, വേഗം പറയൂ ഗുരുവേ, എനിക്കെല്ലാം കേൾക്കണം. എനിക്കും ഇപ്പോൾ അസുഖമൊന്നുമില്ലാത്തതുപോലെ തോന്നുന്നു. ഞാൻ 16 വയസ്സുകാരനായതുപോലെ തോന്നുന്നു. ശിഷ്യൻ തുടർന്നു, ഇനി രാത്രിയിൽ എന്തു ചെയ്യണം? രാത്രി ഭക്ഷണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിച്ചിരിക്കണം. കാരണം സൂര്യപ്രകാശം വയറ്റിൽ തട്ടുമ്പോൾ നമ്മുടെ ദഹനവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കും. സൂര്യപ്രകാശം കുറയുമ്പോൾ ആമാശയത്തിന്റെ പ്രവർത്തനം കുറയും. അതുകൊണ്ടാണ് ഋഷിമുനിമാർ സൂര്യൻ അസ്തമിക്കുന്നതിന് 1 മണിക്കൂർ മുൻപേ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചാൽ ദഹനം നേരത്തെ തുടങ്ങും. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴേക്കും 3 മുതൽ 4 വരെ മണിക്കൂറിനുള്ളിൽ ഭക്ഷണം പൂർണ്ണമായും ദഹിച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകും. വൈകി ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല, ഉറക്കവും കിട്ടില്ല, അസുഖങ്ങൾ വരും. അതുകൊണ്ട് രാത്രി ഭക്ഷണം 1 മണിക്കൂർ മുൻപേ കഴിക്കുക. രാത്രി എന്താണ് കഴിക്കേണ്ടത്? മൾട്ടിഗ്രെയിൻ റൊട്ടി, സീസണൽ പച്ചക്കറികൾ. 2 കാര്യങ്ങൾ കൂടി കഴിക്കണം. എത്ര കഴിക്കണം? വളരെ കുറച്ചു മാത്രം. ഭക്ഷണം കഴിച്ചില്ല എന്ന് തോന്നുന്നത്ര ലഘുവായിരിക്കണം. അതിന് 1 മണിക്കൂറിന് ശേഷം 1 ഗ്ലാസ് പാല് കുടിക്കണം. അതിൽ 3 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾ ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയതാകണം, കടയിൽ നിന്ന് വാങ്ങിയതാകരുത്. അത് തിളപ്പിച്ചാറിയ ശേഷം കുടിക്കണം. മഞ്ഞൾപ്പാൽ സകല രോഗങ്ങളെയും നശിപ്പിക്കും. അത്രയ്ക്ക് ശക്തിയുള്ളതാണത്. പാൽ കുടിച്ച ഉടനെ ഉറങ്ങാൻ പോകരുത്. 1-2 മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ. രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങണം. 10 മണിക്ക് ഉറങ്ങിയാൽ നല്ല ഉറക്കം ലഭിക്കും. ഭക്ഷണം നന്നായി ദഹിക്കും. നല്ല ഉറക്കം കിട്ടിയാൽ രാവിലെ 4 മണിക്ക് തനിയെ എഴുന്നേൽക്കാൻ കഴിയും. മാനസിക സമ്മർദ്ദമോ അസുഖങ്ങളോ ഉണ്ടാവില്ല. അവസാനമായി ശിഷ്യൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാവരും വർത്തമാനകാലത്തിൽ ജീവിക്കണം. കുട്ടികളെപ്പോലെ ജീവിക്കണം. കൊച്ചുകുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അമ്മ അയൽവാസിയുമായി വഴക്കിട്ടാൽ അവർക്ക് പ്രശ്നമില്ല. വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. കിട്ടുന്നത് കഴിച്ചവർ കളിക്കും. വയറു നിറഞ്ഞാൽ അവർക്ക് വേറൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങളും വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കരുത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതിൽ സന്തോഷിക്കുക. അങ്ങനെയായാൽ മാനസിക സമ്മർദ്ദമോ അസുഖങ്ങളോ ഉണ്ടാവില്ല. ഈ നിയമങ്ങളെല്ലാം പാലിക്കണം. ഒരു കാര്യം കൂടി, പുറത്തുനിന്നുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. വീട്ടിൽ ശുദ്ധമായി ഉണ്ടാക്കിയത് മാത്രം കഴിക്കുക. കാരണം പുറത്തെ ഭക്ഷണത്തിൽ മായം കൂടുതലായിരിക്കും. ഈ ഉപദേശങ്ങൾ പാലിക്കുന്നവർക്ക്
ഒരിക്കലും വാർദ്ധക്യം വരില്ല, അസുഖങ്ങൾ ഉണ്ടാവില്ല. എല്ലാവരും ഇത് പാലിക്കുക. 1 മാസത്തിന് ശേഷം വീണ്ടും സഭ കൂടും. അങ്ങനെ സമയം കടന്നുപോയി. 1 മാസത്തിന് ശേഷം മഹാത്മാ ബുദ്ധൻ വീണ്ടും രാജാവിന്റെ അടുത്തെത്തി. രാജാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വരൂ ഗുരുവേ, ഇതങ്ങയുടെ രാജ്യമാണ്. മഹാത്മാ ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, രാജാവേ, അങ്ങയുടെ പ്രജകൾ എങ്ങനെയുണ്ട്? രാജാവ് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് നൽകിയ ഉപദേശങ്ങൾ കാരണം എന്റെ രാജ്യത്ത് 60 വയസ്സുള്ളവർ പോലും ഇപ്പോൾ 21 വയസ്സുള്ളവരെപ്പോലെ തോന്നിക്കുന്നു. എല്ലാവരുടെയും വാർദ്ധക്യം സ്തംഭിച്ചുപോയി. രാജ്യത്തെ ജനങ്ങൾ വിശ്രമിക്കുകയാണ്. കാരണം ആർക്കും മരുന്നിന്റെ ആവശ്യമില്ല. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. എന്റെ പ്രജകൾ വളരെ സന്തോഷത്തിലാണ്. സുഹൃത്തുക്കളെ, ആരോഗ്യപൂർണമായ ജീവിതത്തിനായി മഹാത്മാ ബുദ്ധൻ നൽകിയ ഈ 12 ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശ്രീ ബുദ്ധ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ പിന്തുണ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ അറിവുകൾ തുടർന്നും ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കാനും മറക്കരുത്. പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. പരക്കട്ടെ പ്രകാശം.